Good morning to all. Today we are discussing Python operators. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. എനി ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ബൈ പൈത്തൺ ഇൻ്റർപ്രട്ടർ. പൈത്തൺ ഇൻ്റർപ്രട്ടർക്ക് ഇവിടെ പൈത്തൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഏതൊരു ഇൻസ്ട്രക്ഷനെയും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 10, ഇവിടെ എക്സ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ എക്സിലേക്ക് നമ്മൾ 10 അസൈൻ ചെയ്യാണ്. എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് 10 സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രിൻറ്റ് ഹലോ എന്നുള്ളത് മോണിറ്റർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസായ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എക്സ്പ്രഷൻ. എനി കോമ്പിനേഷൻ ഓഫ് ഓപ്പറൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറൻസിൻ്റെയും ഓപ്പറേറ്റേഴ്സിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുക. ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ആൻ എക്സ്പ്രഷൻ ഇറ്റ് റിട്ടേൺ എ വാല്യൂ. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതൊരു ഏതെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ അരിത്മെറ്റിക് എക്സ്പ്രഷനാണ്. അപ്പോൾ അതിലെ റിസൾട്ട് 15 എന്നാണ്. അപ്പോൾ സിക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് 15 എന്നുള്ള വാല്യൂ ആണ്. അടുത്ത ഓപ്പറേറ്റേഴ്സ്. ഇറ്റ് ഈസ് എ സിമ്പിൾ യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ ഓപ്പറൻസ്. ഓപ്പറൻസിൻ്റെ മുകളിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പ്ലസ്, അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷൻ ഓപ്പറേറ്റർ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അടുത്തത് ഓപ്പറൻസ്. കോൺസ്റ്റൻസ് ഓർ വേരിയബിൾസ് യൂസ്ഡ് ഇൻ ആൻ എക്സ്പ്രഷൻ വിത്ത് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ എക്സ്പ്രഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻസ് അല്ലെങ്കിൽ വേരിയബിൾസിനെയാണ് നമ്മൾ ഓപ്പറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 10, 5 കോൺസ്റ്റൻസ് ആണ്, ഓപ്പറേറ്ററാണ് പ്ലസ്. ഇവിടെ എ ബി വേരിയബിൾസ് ആണ്, ഓപ്പറേറ്റർ പ്ലസ്. അടുത്ത് നമുക്ക് ഒരു ഓപ്പറേറ്റേഴ്സ്, ഏതെല്ലാം ഓപ്പറേറ്റേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, സെക്കൻഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, തേർഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഫോർത്ത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇനിയും ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 4 ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമുക്കൊക്കെ എല്ലാം അറിയാം. വി ആർ വെൽ നോൺ വിത്ത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ടു പെർഫോം അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. വേരിയസ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആർ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത് ഡിവിഷൻ മോഡ്യൂളോ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിട്ടേൺ റിമൈൻഡർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെർസെൻറ്റേജ് എന്നുള്ള സിമ്പൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് പറയുക ഡിവിഷൻ മോഡ്യൂളോ എന്നാണ്. അതുപോലെ ഇത് ഫ്ലോർ ഡിവിഷൻ എന്ന് വെച്ചാൽ ഇൻറ്റിജർ റിസൾട്ട് 2.5 എന്നാണ് റിസൾട്ട് എങ്കിൽ 2 ഇൻറ്റിജർ റിട്ടേൺ ചെയ്യാനാണ് ഫ്ലോർ ഡിവിഷൻ. നമുക്ക് എക്സാമ്പിൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പവർ കാണാനാണ് എക്സ്പൊണൻ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രിൻറ്റ് എക്സ് പ്ലസ് വൈ. എക്സിന് 5, വൈക്ക് 2 ആണ് 7. എക്സ് ബൈ 5, എക്സ് ബൈ വൈ 2.5. എക്സ് റിമൈൻഡർ ഓഫ് വൈ ഓർ എക്സ് ഡിവിഷൻ മോഡ്യൂൾ ഓഫ് വൈ എന്ന് വെച്ചുമ്പോൾ റിമൈൻഡർ ആണ് റിട്ടേൺ ചെയ്യുക. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. അതുപോലെ തന്നെ എക്സ് ഫ്ലോർ ഡിവിഷൻ വൈ എന്ന് വെച്ചാൽ 5/2. അപ്പോൾ ഇവിടെ ഇൻറ്റിജറാണ് വരിക. 2 പോയിൻ്റ് എന്നുള്ളതിൽ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് അത് ഇൻറ്റിജർ റിസൾട്ടാണ് റിട്ടേൺ ചെയ്യുക. ഇവിടെ 2.5 എന്നുള്ളിടത്ത് ഇവിടെ 2 എന്നാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ തന്നെ ഇത് പവർ എക്സ് എക്സ്പൊണൻ്റ് വൈ. അപ്പോൾ ഇവിടെ അറിയാം എക്സ് ആണ് 5 സ്ക്വയർ എന്നാണ്, 5 സ്ക്വയർ. അതാണ് ഇവിടെ 25 എന്ന് വന്നത്. ഇവിടെ വൈ എക്സ്പൊണൻ്റ് എക്സ്, വൈ എക്സ്പൊണൻ്റ് എക്സ് എന്ന് വരുമ്പോൾ 2 പവർ 5 എന്ന് വരും. 2 പവർ 5 എന്ന് പറഞ്ഞാൽ 32. അങ്ങനെ പവർ കാണാനാണ് ഇവിടെ എക്സ്പൊണൻ്റ് 2 സ്റ്റാർ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റാർ പ്ലസ് ഒക്കെ സ്ട്രിങ്ങിൻ്റെ കൂടെയും വരുന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു ഓപ്പറേഷനാണ് പെർഫോം ചെയ്യാതെ അപ്പോൾ പറയാം. സെക്കൻഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഐദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഒന്നുകിൽ അത് ട്രൂ ആവും അല്ലെങ്കിൽ ഫാൾസ് ആവും. ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അതല്ല ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇപ്പോൾ ലെസ് ദാൻ ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഈക്വൽ,
നോട്ട് ഈക്വൽ, ഇതൊക്കെയാണ് റിലേഷൻ ഓപ്പറേറ്റേഴ്സായിട്ടുള്ളത്. നിങ്ങൾക്കറിയാം. അപ്പോൾ എക്സ് ലെസ് ദാൻ വൈ, 10 ലെസ് ദാൻ 5 അത് ഫാൾസ് ആണ്. എനിക്കറിയാം 10 5-നേക്കാൾ ചെറുതല്ല, അതുകൊണ്ടാണ് ഇവിടെ ഫാൾസ് റിട്ടേൺ ചെയ്തത്. കാരണം കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എക്സ് ഗ്രേറ്റർ ദാൻ വൈ, അത് കറക്റ്റാണ്. 10 ഗ്രേറ്റർ ദാൻ 5 ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഔട്ട്പുട്ട് ട്രൂ എന്ന് വന്നിട്ടുള്ളത്. അടുത്തത് എക്സ് നോട്ട് ഈക്വൽ ടു വൈ, അതും കറക്റ്റാണ്. 10ഉം 5ഉം ഈക്വൽ അല്ല, അതുകൊണ്ട് ട്രൂ റിട്ടേൺ ചെയ്യുന്നു. 10 ഈക്വൽ ടു 5 അത് ഫാൾസ് ആണ്, കാരണം 10ഉം 5ഉം ഈക്വൽ അല്ല, അതുകൊണ്ടാണ് ഇവിടെ ഫാൾസ്. ഇങ്ങനെ വാല്യൂസ് കമ്പയർ ചെയ്തിട്ട് ആ കണ്ടീഷൻ അനുസരിച്ച് അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് റിട്ടേൺ ചെയ്യുന്നത് ഐദർ ട്രൂ ഓർ ഫാൾസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഒന്നുകിൽ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റർ റിട്ടേൺ ഐദർ ട്രൂ ഓർ ഫാൾസ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഇത് റിട്ടേൺ ഐദർ ട്രൂ ഓർ ഫാൾസ്. ഇവിടെയും ഒന്നുകിൽ ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. വേരിയസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ ആൻഡ്, ഓർ, നോട്ട്. ഇതാണ് ആൻഡ്, ഓർ, നോട്ട്. ഈ ഓപ്പറേറ്റേഴ്സിനെ ലോജിക്കൽ ആൻഡ് എന്നും, ആൻഡിനെ ലോജിക്കൽ ആൻഡ് എന്നും, ഓറിനെ ലോജിക്കൽ ഓർ എന്നും, നോട്ടിനെ ലോജിക്കൽ നോട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. ഒന്നാമത്തത് ആൻഡ് അഥവാ ലോജിക്കൽ ആൻഡ്. ഇറ്റ് റിട്ടേൺ ട്രൂ if both relational operators are true. രണ്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ട്രൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് റിട്ടേൺ ട്രൂ, രണ്ട് റിലേഷൻ ഓപ്പറേറ്റേഴ്സും ട്രൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആൻഡ് ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യും. എക്സാമ്പിൾ നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 5 ട്രൂ ആണ്, കാരണം എക്സിൻ്റെ വാല്യൂ 10 ആണ്. വൈ ലെസ് ദാൻ 6 അതും ട്രൂ ആണ്. ഇപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 5 ട്രൂ ആണ്. വൈ ലെസ് ദാൻ 4 ഫാൾസ് ആണ്. വൈ 5 ആണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ലോജിക്കൽ ഓർ. ഇറ്റ് റിട്ടേൺ ട്രൂ if either or both relation operators are true. രണ്ട് റിലേഷൻ ഓപ്പറേറ്റേഴ്സും ട്രൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിലും ലോജിക്കൽ ഓപ്പറേറ്റർ ഓർ ഓപ്പറേറ്റർ ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക. ഇറ്റ് റിട്ടേൺ ഫാൾസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് റിട്ടേൺ ഫാൾസ്. രണ്ട് റിലേഷൻ ഓപ്പറേറ്റേഴ്സും ഫാൾസ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ലോജിക്കൽ ഓർ ഫാൾസ് റിട്ടേൺ ചെയ്യുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക. എക്സ് ഗ്രേറ്റർ ദാൻ 5 ഇതന്നെയാണ്, അപ്പോൾ അത് ട്രൂ ആണ്. ഓർ വൈ ലെസ് ദാൻ 4 ഇത് ഫാൾസ് ആണ്. ഇത് ഫാൾസ് ആയിരുന്നു, ഇവിടെ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്തത്. പക്ഷേ ഓറിൻ്റെ കേസിൽ ഇത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക, കാരണം ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും. അടുത്തത് ലോജിക്കൽ നോട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിട്ടേൺ negation or invert the value of the given expression. തന്ന എക്സ്പ്രഷൻ ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട് അല്ലെങ്കിൽ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കാം. പ്രിൻ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 10നേക്കാൾ ഇവിടെ കൂടുതലോ ഈക്വലോ ആണ്. അത് വേണം. എക്സിൻ്റെ വാല്യൂ 10 ആണ്, അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഇവാലുവേറ്റ് ചെയ്താൽ റിട്ടേൺ ചെയ്യുക ട്രൂ ആണ്. ആ ട്രൂ നോട്ട് അത് നെഗേറ്റ് ചെയ്യാണ്, എന്ന് വെച്ചാൽ ഇൻവേർട്ട് ചെയ്യാണ്. അപ്പോൾ ട്രൂ എന്നുള്ള എന്തായിട്ട് മാറും? ഫാൾസ്. അതാണ് ഇവിടെ ഔട്ട്പുട്ട് ഫാൾസായി വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. നമുക്കറിയാം അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ്ഡ് ടു അസൈൻ വാല്യൂസ് ടു വേരിയബിൾസ്. വേരിയബിൾസിന് വാല്യൂസ് അസൈൻ ചെയ്യാനാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. വേരിയസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ ഈക്വൽ, പ്ലസ് ഈക്വൽ, മൈനസ് ഈക്വൽ, സ്റ്റാർ ഈക്വൽ, ഡിവിഷൻ മോഡുലോ ഈക്വൽ. ഇതിനൊക്കെ നമ്മൾ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സിനും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈക്വൽ എക്സിലേക്ക് 5 അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനിലേക്ക് 5 സ്റ്റോർ ചെയ്യാൻ രണ്ടും സെയിം ആണ്.
പ്ലസ് ഈക്വൽ എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നുള്ളതിന് പകരം നമുക്ക് എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കാം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരേ ഇഫക്റ്റാണ് വരുന്നത്. രണ്ടാമത്തത് മൈനസ് ഈക്വൽ എക്സ് മൈനസ് ഈക്വൽ ടു 5, അതിന് പകരം നമുക്ക് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 5 യൂസ് ചെയ്യാം. എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 5ന് പകരം എക്സ് മൈനസ് ഈക്വൽ ടു 5 യൂസ് ചെയ്യാം. അപ്പോൾ തന്നെ ഇവിടെയും എക്സ് സ്റ്റാർ ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 5, എക്സ് ഡിവിഷൻ മോഡുലോ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് റിമൈൻഡർ ഓഫ് 5. ഇതൊക്കെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എക്സ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ട് സൈഡിലും എക്സ് വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് പകരം ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതുവരെ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിച്ച ഓപ്പറേറ്റേഴ്സ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തിട്ടുണ്ട്, വൈ ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 5 പ്രിൻ്റ് ചെയ്യുന്ന ആവശ്യമില്ല, എക്സ് പ്ലസ് 5 എന്ന് കൊടുത്താൽ അതിന് 30 എന്ന് ഡിസ്പ്ലേ ചെയ്യും. എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് വെച്ചാൽ നമുക്ക് 3.333 എന്ന് വരും. എക്സ് ഇതാണ് ഫ്ലോർ ഡിവിഷൻ വൈ എന്ന് വെച്ചാൽ 3 എന്നാണ് വരിക. കാരണം ഇവിടെ 3.3 പോയിൻറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇൻറ്റിജർ റിസൾട്ട് റിട്ടേൺ ചെയ്യുക, അതാണ് ഇവിടെ 3 എന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്പൊണൻ്റ് എക്സ് വൈ എന്ന് വെച്ചാൽ 10⁻³ എന്ന് വെച്ചാൽ 10 ക്യൂബ് 1000 എന്ന് വരും. അപ്പോൾ തന്നെ വൈ എക്സ്പൊണൻ്റ് എക്സ് എന്ന് വെച്ചാൽ 3⁻10 എന്ന് വരും, അതാണ് 59,049 എന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. എക്സ് അഡീഷൻ ട്രൂ ആണ്, കാരണം 10 ആണ്, അപ്പോൾ നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അതുപോലെ തന്നെ വൈ ഗ്രേറ്റർ ദാൻ 4 അത് ഫാൾസ് ആണ്, അത് തന്നെ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് എക്സ് തന്നെ ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 1 ട്രൂ ആണ്, ഒന്നിനേക്കാൾ കൂടുതലാണ്, ഉടനെ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഏതെങ്കിലും ഒന്ന് ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ 10 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എക്സ് ലെസ് ദാൻ 10 എന്നുള്ളത് ഫാൾസ് ആണ്, കാരണം ഈക്വൽ ഇല്ല, എക്സ് ഈക്വൽ ടു 10 ആണ്, അതുകൊണ്ട് തന്നെ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇതാണ് ആൻഡ്. ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ എക്സ് ലെസ് ദാൻ 10 എന്നുള്ളത് ഫാൾസ് ആണ്, പക്ഷെ ഓർ വൈ ഗ്രേറ്റർ ദാൻ 1 ഒന്ന് ട്രൂ ആണ്, കാരണം വൈ 1നേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പോൾ ഒന്ന് ട്രൂ ആയാൽ ഓർ ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ ട്രൂ എന്നാണ് വരിക, ട്രൂ വന്നിട്ടുണ്ട്. ഇനി തന്ന റിസൾട്ട് നെഗേറ്റ് ചെയ്യാനാണ്. നോട്ട് എക്സ് ലെസ് ദാൻ 10, എക്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ ഫാൾസ് ആണ്. അപ്പോൾ അത് ഫാൾസിന് നോട്ട് വരുമ്പോൾ അത് ട്രൂ ആയിട്ടാണ് റിസൾട്ട് വരിക, അതാണ് ഇവിടെ ട്രൂ എന്ന് വന്നിട്ടുള്ളത്. അടുത്തത് ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നുവെച്ചാൽ ഇപ്പോഴുള്ള എക്സ് 10 ആണ്, അതിനോട് കൂടെ 1 കൂട്ടുമ്പോൾ അത് 11 എന്ന് വന്നു. ഇനി നമ്മളത് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ പ്രിൻ്റ് എക്സ് 11 എന്ന് വന്നു. ഇത് തന്നെയാണ് നമുക്ക് എക്സ് പ്ലസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താലും അതിലേക്ക് ഇപ്പോൾ എക്സ് ഇനി ഒന്നും കൂടി 12 ആയിട്ടുണ്ടാവും. പ്രിൻ്റ് ഓഫ് എക്സ്, അതാണ് 12 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ യൂസ് ചെയ്യാം, ഡിവിഷൻ മോഡൽ യൂസ് ചെയ്യാം, ഡിവിഷൻ യൂസ് ചെയ്യാം. ഈ ഓപ്പറേറ്റേഴ്സൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.